രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയപ്പോൾ ബി.ജെ.പി അനുഭാവികൾക്കിടയിൽ തന്നെ മുഖം ചുളിച്ചിട്ടുള്ള പല ആൾക്കാരുണ്ട്. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഇയാളൊരു കേരള ബേസ്ഡ് ലീഡർ അല്ല. അതുപോലെ തന്നെ ഇവിടെയുള്ള നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനായിട്ടുള്ള ഒരാളെ കൊണ്ടുവരുന്നു. അത് കെട്ടിയിറക്കപ്പെട്ടുള്ള തരത്തിലുള്ളൊരു നേതാവാണ് എന്ന തരത്തിലുള്ളതായിരുന്നു പല കോണിൽ നിന്ന് വന്നിട്ടുള്ള പരാതികളെന്ന് പറയുന്നത്. പരാതികളും പരിഭവങ്ങളുമാണ്. പക്ഷേ ഈ രണ്ടാം മോദി സർക്കാരിൻ്റെ ഇതിലൊരു മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആയിട്ടാണ് പുള്ളിക്കാരൻ ആദ്യമായിട്ട് ഒരു ലൈം ലൈറ്റിലേക്ക് കാണുന്നത്. അതിനു മുൻപ് പല തവണയായിട്ട് വാർത്തകളിലൊക്കെ ഇടം നേടിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള പേര് ആദ്യമായിട്ട് കാര്യമായിട്ട് കേൾക്കുന്നത് ഒരു മലയാളിയായിട്ടുള്ള, അതല്ലെങ്കിൽ ഒരു ഹാഫ് മലയാളിയാണ് എന്നൊക്കെ പറയാവുന്ന തരത്തിൽ, അല്ലെങ്കിൽ മലയാളം ശരിക്കും വഴങ്ങാത്ത രാജീവ് ചന്ദ്രശേഖർ ഒരു മന്ത്രിസഭയിൽ അംഗത്വം നേടിയ സമയത്താണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. പക്ഷേ ഈ പുള്ളിക്ക് ശരിക്കും ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് രാജീവ് ചന്ദ്രശേഖറിന്. അത് പുതുച്ചേരിയുടെ ഒരു ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള നേതൃത്വം ചുമതല കൊടുത്തിട്ടുണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖർക്ക്. ഈ പുതുച്ചേരി ബി.ജെ.പി ആയിരുന്നു അതിനുശേഷം ഭരിച്ചത്. ആ സമയത്താണ് ശരിക്ക് ഒരു ഓർഗനൈസർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് രാജീവ് ചന്ദ്രശേഖർ ശ്രദ്ധിക്കപ്പെടുന്നതോ അതല്ലെങ്കിൽ നോട്ട് ചെയ്യപ്പെടുന്നത് എന്ന് പറയുന്നത് ആ സമയത്താണ്. ഇനിയിപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ബി.ജെ.പിയുടെ ഒരു നിലവിലുണ്ടായിട്ടുള്ള ഒരു സംഘടനാ സംവിധാനത്തിനെക്കുറിച്ചും അതിൻ്റെ ഒരു പൊളിച്ചെഴുത്തിനെക്കുറിച്ചും നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിലവിലുണ്ടായിരുന്ന സംഘടനാ സംവിധാനം മാറ്റാനായിട്ട് കേരളത്തിൽ 30 സംഘടനാ ജില്ലകളായിട്ട് തിരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. മുന്നേ ഉണ്ടായിരുന്നത് 14 ജില്ലകൾക്ക് 14 പ്രസിഡന്റ് എന്ന തരത്തിലുള്ളതൊക്കെ ആയിരുന്നെങ്കിൽ, മറിച്ച് അതിനെ ഒരു 30 ജില്ലകളായിട്ട് സംഘടനയ്ക്കുള്ളിൽ വിഭജിക്കുകയും വീതം വെച്ച് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വലിയ ജില്ലയെ ഒരൊറ്റ ആൾ നിയന്ത്രിക്കുന്നതിന് പകരം 2 ആൾ നിയന്ത്രിക്കുക എന്നുള്ള രീതിക്കൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലൊരു അയാളുടെ ഒരു വർക്കിംഗ് ലോഡ് കുറയുന്നൊരു സാഹചര്യം ഉണ്ടാകും. കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റും നേതാക്കന്മാർക്ക്. അതിൻ്റെ ഒരു റിസൾട്ട് കൂടെയാണ് ശരിക്കും ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് 1600 സീറ്റുകളാണ് മുഴുവൻ കിട്ടിയിട്ടുള്ളതെങ്കിൽ അത് ഇത്തവണ കിട്ടിയിട്ടുള്ള 1919 എണ്ണമാണ്. ഇതൊരു വലിയ ജമ്പിങ് ആണോ എന്ന് ചോദിച്ചാലല്ല. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കപ്പെടാതെ എൻഡ് ഓഫ് ദി ഡേ എപ്പോഴും ആളുകൾ വിശകലനം ചെയ്യുന്നത് എത്ര തരത്തിൽ വിജയിച്ചു എന്നുള്ളതാണ്. രണ്ടാം സ്ഥാനക്കാരന് ഇലക്ഷനിൽ വലിയൊരു റോളില്ല. മീൻസ് അത് ഭരണത്തിലേ റോളില്ലാത്തേ ഉള്ളൂ. പക്ഷേ ഒരു പാർട്ടിയുടെ ഓവറോൾ ഗ്രോത്ത് നോക്കുമ്പോഴോ അതല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഈ ഭാവി ശുഭസൂചകമായിട്ടുള്ളൊരു ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴോ രണ്ടാം സ്ഥാനത്തിന് വലിയൊരു റോളുണ്ട്. അതുകൊണ്ട് തന്നെ ബി.ജെ.പി 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നതും അതല്ലെങ്കിൽ ഇടതുപക്ഷത്തെയോ കോൺഗ്രസിനെയോ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളിയിട്ട് മുന്നിലേക്ക് വന്നിട്ടുള്ളത് എന്ന് പറയുന്ന സ്ഥാനങ്ങൾ, മീൻസ് വാർഡുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലാണ് എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. അതുപോലെ തന്നെ ഭരണം കിട്ടിയ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം ആദ്യം 2 ആയിരുന്നു, അതിപ്പോൾ 2 തന്നെ നിലനിർത്താൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ പഞ്ചായത്തിലേക്കുള്ള 1-2 മെമ്പേഴ്സിൻ്റെ അംഗങ്ങളുടെ എണ്ണത്തിലൊരു കുറവ് വന്നു എന്നുള്ളത്, ഇതൊക്കെ തന്നെയും ഒരു നെഗറ്റീവാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിലൊന്നും കാര്യമായിട്ടുള്ളത് വരുത്തിയിട്ടില്ല എന്നുള്ളത്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ വിശകലനം ചെയ്യപ്പെടേണ്ടുന്ന ഒരു മേഖല എന്ന് പറയുന്നത് എത്ര ശതമാനം വോട്ട് താമര ചിഹ്നത്തിൽ കിട്ടി എന്നുള്ളതാണ്. ശരിക്കും ബി.ജെ.പിക്ക് കേരളത്തിലുണ്ടായിരുന്നത് ഒരു രാഷ്ട്രീയ അയിത്തമായിരുന്നു. ബി.ജെ.പി ഇപ്പോഴും ആ രാഷ്ട്രീയ അയിത്തം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു തൊട്ടുകൂടായ്മ ബി.ജെ.പിയോടുണ്ട്. അത് പ്രത്യേകിച്ച് മെയിൻ സ്ട്രീം പൊളിറ്റിക്കൽ പാർട്ടികൾക്കിടയിലാണ്. ഇപ്പോൾ കോൺഗ്രസിനും LDFനും ഒക്കെ തന്നെയാണ് ആ ഒരു തൊട്ടുകൂടായ്മ ഉള്ളത്. ബി.ജെ.പി ഇവിടെ ഒരു കണ്ടുകൂടാനാവാത്തൊരു പാർട്ടിയാണ് എന്നുള്ളൊരു സാധനം വിറ്റഴിക്കുന്നതിൽ അവർ ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് മാറുക എന്ന് പറയുന്നത് സ്വന്തം ചിഹ്നത്തിൽ വോട്ട് കിട്ടുക എന്നുള്ളതാണ്. ആളുകൾക്ക് താമര ചിഹ്നത്തിൽ കുത്തുന്നതിൽ നിന്നുള്ള വിമുഖത പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ താല്പര്യം ബി.ജെ.പിയോട് വന്നിട്ടുണ്ടോ, ഈ ന്യൂനപക്ഷത്തിൽ തന്നെ ക്രിസ്ത്യൻ വോട്ട് എത്ര ശതമാനം സമാഹരിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ശതമാനക്കണക്ക് വരണം. പിന്നെ യഥാർത്ഥ ടെസ്റ്റ് വരുന്നത് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. കാരണം പഞ്ചായത്ത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ചിഹ്നത്തെക്കാളും വ്യക്തികൾക്കാണ് വോട്ട് കൊടുക്കുക. നമ്മൾക്ക് റീച്ചബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് വോട്ട് കൊടുക്കുക എന്നുള്ളതാണ് പലപ്പോഴും തെരഞ്ഞെടുപ്പുകൾ, മീൻസ് ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ സാധാരണ സംഭവിക്കാറുള്ളത്. എന്തായാലും ബി.ജെ.പിയുടെ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ആദ്യത്തെ പരീക്ഷണത്തിൽ അല്ലെങ്കിൽ ആദ്യത്തെ പരീക്ഷ അദ്ദേഹം പാസ്സായെന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാൻ വേണ്ടി പറ്റും. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കോർപ്പറേഷനാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. തിരുവനന്തപുരത്തിൻ്റെ ഭരണം ഏകദേശം കൈവെള്ളയിൽ എത്തിയിട്ടുണ്ട്. ഒരു സീറ്റിൻ്റെ അല്ലെങ്കിൽ 2 സീറ്റിൻ്റെ കുറവിൽ മാത്രമാണ് നിൽക്കുന്നത്. ഒരു കേവല ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ബി.ജെ.പിയുടെ നിലവിലെ സാഹചര്യം വെച്ചിട്ട് ആളും അർത്ഥവും ഒക്കെ വെച്ചിട്ട് ബി.ജെ.പിയെ സംബന്ധിച്ച് തിരുവനന്തപുരം നല്ല സ്മൂത്തായിട്ട് 5 കൊല്ലം ഭരിക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല.
എന്തായാലും ആദ്യ പരീക്ഷ ജയിച്ച രാജീവ് ചന്ദ്രശേഖറിന് അഭിനന്ദനങ്ങൾ.